MEG 10 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് രാജ്മോഹൻസ് വൈഫ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഹാസ് ബങ്കിം ക്യാരക്ടറൈസ്ഡ് മതങ്കിനി ഇൻ രാജ്മോഹൻസ് വൈഫ്? എങ്ങനെയാണ് ബങ്കിം രാജ്മോഹൻസ് വൈഫിനെ മതങ്കിനി എന്ന ഒരു ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്? Madangini, a complex and dynamic heroine. Madangini, a character created by Bankim Chandra Chatterjee, is a complex and dynamic figure who evolves from a submissive wife to a strong-willed and brave heroine. She embodies the conflict between traditional patriarchal expectations and the desire for female autonomy, making her a powerful symbol of the emerging modern India. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വളരെ മനോഹരമായിട്ടുള്ള രാജ്മോഹൻസ് വൈഫിൽ മതാങ്കിനി എന്നൊരു ക്യാരക്ടർ കാണാൻ സാധിക്കും. അവളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിൽ പവർ ആയിട്ടുള്ള ഒരു വൈഫാണ് അവൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയി മാറുന്നതാണ്. ഓക്കെ, ഇവിടെ അവൾ ജീവിച്ചിരുന്നത് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണ്. പാട്രിയാർക്കൽ എക്സ്പെക്റ്റേഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ ഇവൾക്കൊരു ഫീമെയിൽ എന്ന നിലയ്ക്ക് അവളുടേതായ എക്സ്പെക്റ്റേഷൻസും അവളുടേതായ ആഗ്രഹങ്ങളും അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ജീവിച്ച് കാണിക്കേണ്ടത് ഈ സൊസൈറ്റിയിൽ എന്ന് അവൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അതേസമയം മോഡേൺ ഇന്ത്യക്ക് ഒരു അസറ്റ് തന്നെയാണ് മതാങ്കിനി എന്നൊരു ക്യാരക്ടർ. അവളുടെ വിൽ പവറാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന ഒരു വാല്യൂ. എ ലൈഫ് ഓഫ് സഫറിങ്. At the beginning of the novel, Madangini is portrayed as a beautiful and dutiful wife, confined to the four walls of her home. She is married to the brutal and unscrupulous Rajmohan, who is unworthy of her love and respect. Madangini is timid and fearful of her husband's wrath, internalizing her subjugation as expected by the societal norms. She adheres to the traditional roles imposed on her, even when they cause her suffering. മതാങ്കിനി എന്ന നോവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതേസമയം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈഫായിട്ടാണ് മതാങ്കിനിയെ കാണാൻ സാധിക്കുന്നത്. അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെ വലിയ പേടിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂവാലിറ്റിയാണ്. വെച്ചാൽ അദ്ദേഹത്തിന് സൊസൈറ്റി എന്താണ് ഫീമെയിൽസിനെ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ഒരു മാതൃകയിലാണ് മതാങ്കിനിയെ അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഒട്ടും തന്നെ ഫ്രീഡം നൽകിയിരുന്നില്ല. അവളെ അത്രയും മാത്രം സഫർ ചെയ്യേണ്ടി വന്നു. 4 വാൾസിൻ്റെ ഇടയിലും ഒരു വീട്ടിലെ 4 ചുമരുകളുടെ ഉള്ളിൽ തന്നെയായിരുന്നു മതാങ്കിനിയുടെ ജീവിതം. A transformation takes place. However, Madangini's character undergoes a significant transformation when she discovers her husband's plan to rob his benefactor, Madhav. This moral crisis shatters her last vestiges of wifely devotion to Rajmohan, and she begins to assert her own will. Her courageous journey through the wilderness at night to warn Madhav is a pivotal moment, symbolizing her crossing the traditional boundaries imposed on women. ഇവിടെ മതാങ്കിനി എന്ന ക്യാരക്ടറിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ടേക്സ് പ്ലേസ് ആണ്. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളും അവൾ രാജ്മോഹൻ എന്നുള്ള ഹസ്ബൻഡിനെ വളരെയധികം ഡിവോട്ടി ആയിട്ട് അദ്ദേഹത്തിനെ സേവിച്ച് കഴിയുമായിരുന്നു. പിന്നീട് അവൾക്ക് മനസ്സിലാവുകയാണ് അദ്ദേഹത്തിൻ്റെ ബെനിഫാക്ടർ ആയിട്ടുള്ള ഒരു മാധവ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. മാധവിൽ നിന്നും രാജ്മോഹൻ എന്തോ റോബറി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. വെച്ചാൽ അദ്ദേഹത്തിൽ നിന്നും എന്തോ കാര്യം തട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു മോഷണ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുന്ന മതാങ്കിനി അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മതാങ്കിനി സൊസൈറ്റിയിലുള്ള ആ ഒരു റെസ്ട്രിക്ഷൻസും രാജ്മോഹനോടുള്ള ആ ഒരു ഡിവോഷനും എല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ആ ബൗണ്ടറീസും എല്ലാം മറികടന്നുകൊണ്ട് മാധവിനെ കാണാനായിട്ടാണ് മതാങ്കിനി പോകുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ വാൺ ചെയ്യാനായിട്ടാണ്. A new woman emerges. During this journey, Madangini displays exceptional bravery, intelligence, and moral fortitude. She prioritizes justice and the safety of Madhav over her marital duty to her villainous husband. This transformation marks the emergence of a new woman who challenges patriarchal dominance and demands agency over her own destiny. Her attraction to the educated and liberal Madhav represents the hope for a modern, progressive India.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതാങ്കിനി അവളുടെ ഹസ്ബൻഡിനോടായിരുന്നു കൂറ് കാണിക്കേണ്ടത്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട വ്യക്തി മാധവ് എന്ന വ്യക്തിയെ മീൻസ് ഇവൾക്ക് കാര്യങ്ങൾക്ക് വ്യക്തത വന്നപ്പോൾ അവൾ രാജ്മോഹൻ ഒരു വില്ലൻ്റെ സൈഡിൽ കാണുകയും മാധവിനെ ഇവിടെ ഹീറോ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം മാധവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അവൾക്കൊരു അട്രാക്ഷൻ അവനിലോട്ട് വരുന്നുണ്ട്. അവൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മാധവിനുള്ളത്. രാജ്മോഹൻ്റെ പോലെ അത്രയും സ്ട്രിക്റ്റും കർശനക്കാരനുമല്ല മാധവ്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അവനോടൊരു ഇഷ്ടം തോന്നുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് മോഡേൺ പ്രോഗ്രസീവ് ഇന്ത്യ എന്നുള്ള ഒരു കമ്പാരിസമായിട്ടാണ് നടത്തുന്നത്. A tragic figure. Despite her strength and defense, Madhangini is ultimately a tragic figure. Her love for Madhav remains unfulfilled as social conventions forbid their union. She is banished to her father's house and dies an early death, a fate that reflects the constrained possibilities for rebellious women in that era. Madhangini's character shines brightly as a powerful, albeit ill-fated individual who dares to break the shackles of tradition, a symbol of India's struggle. Madhangini's story can be seen as an allegory for India's own struggle for modernity and freedom. Her unhappy marriage to Rajmohan symbolizes India's suffering under colonial rule, while her attraction to Madhav represents the hope for modern, progressive India. Madhangini's tragic fate serves as a reminder of the difficult path India faced in its own struggle for independence and modernity. മതാങ്കിനിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ മനസ്സിലായി? അവളൊരു വിൽ പവറുള്ള വളരെ കറേജിയസ് ആയിട്ടൊരു വുമൺ ആണ് എന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. അതേസമയം മതാങ്കിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു ഫെയിലിയർ ആയിട്ടാണ്, ഒരു ട്രാജിക് ഫിഗർ ആയിട്ടാണ് നമുക്ക് അറ്റ് ദി എൻഡ് കാണാൻ സാധിക്കുന്നത്. അതിനൊരു വലിയ കാരണം, ആ ഒരു ട്രാജഡിയുടെ വലിയ കാരണം മാധവ് എന്ന വ്യക്തിത്വത്തെ അവൾ അത്രമാത്രം സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ അവളുടെ ആ സ്നേഹം ഫുൾഫിൽ ചെയ്യാനായിട്ട്, വിവാഹത്തിൽ കൂടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി അത്രയും റിസ്ട്രിക്ഷൻസ് ഒരു വുമണിന് വച്ചിരുന്നു എന്നൊരു വസ്തുതയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അങ്ങനെ അവളുടെ ഒരു ഏർലി ഡെത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ യങ് ഏജിൽ തന്നെയാണ് അവൾ മരിക്കുന്നത്. ആ ഒരു മരണം എന്ന് പറയുന്നത് ആ ഒരു സമയമുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ എത്രമാത്രം അവർ ഡയർ ചെയ്ത് അവർക്ക് മുന്നോട്ട് വരാൻ അവർ ശ്രമിച്ചാൽ പോലും നമ്മുടെ സൊസൈറ്റി അതിന് സമ്മതിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഫാക്റ്റ്. അപ്പോൾ ഇവിടെ രാജ്മോഹൻസ് വൈഫിൽ മതാങ്കിനി എന്ന ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓൺ സ്ട്രഗിൾസും പിന്നെ ഒരു ഫ്രീഡത്തിലോട്ടുള്ള മോഡേണിറ്റി ആൻഡ് ഫ്രീഡം അതിലോട്ടുള്ള ഒരു വഴിത്തിരിവിനെയാണ് ഇവിടെ കമ്പയർ ചെയ്തുകൊണ്ട് ഇദ്ദേഹം കാണിക്കുന്നത്. രാജ്മോഹനുമായിട്ടുള്ള അവളുടെ ഇഷ്ടമില്ലാത്തൊരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളും സഫറിങ്സും ഒക്കെ ബ്രിട്ടീഷേഴ്സിൻ്റെ കീഴിൽ ഇന്ത്യ സഫർ ചെയ്തിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാധവിനെ കണ്ടുമുട്ടുകയും അവനുമായിട്ടുള്ളൊരു അട്രാക്ഷൻ, ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് മോഡേൺ പ്രോഗ്രസീവ് ഇന്ത്യയാണ് നമുക്ക് കാണുന്നത്. അടുത്തത് ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് മീ ബിലോ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.